പ്രിയപ്പെട്ടവരെ, ശ്രദ്ധ, ലക്ഷ്യം എന്നീ വാക്കുകൾ നമുക്ക് പരിചിതമാണ്. പ്രത്യേകിച്ച് പഠനകാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള തീവ്രമായ യാനത്തിൽ ഈ രണ്ട് വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്നും ഫോക്കസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നുമാണ് അർത്ഥം. ഒരു കാര്യത്തിൽ ഊന്നിയ അല്ലെങ്കിൽ ഉറപ്പിച്ച മനസ്സോടെ ഉള്ള പ്രവർത്തനമാണ് ഏകാഗ്രത. അവിടെ മറ്റു പതർച്ചകളോ വ്യാകുലതകളോ ഇല്ല, മറിച്ചു നിശ്ചയദാർഢ്യമാണ് ഉള്ളത്. ഉറപ്പിച്ച മനസ്സോടുകൂടി ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ കാര്യം തീർച്ചയായും നടന്നിരിക്കും. പക്ഷേ വഴികളിൽ കുറെ തടസ്സങ്ങൾ കണ്ടേക്കാം. അവ എന്താണെന്നും എന്തുകൊണ്ട് ഉണ്ടായതാണെന്നും പഠിച്ചാൽ അവയെ നേരിടാം. നിശ്ചയദാർഢ്യമുള്ള, ഏകാഗ്രത ഉള്ള, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവ് ഉള്ളയൊരു വ്യക്തി തീർച്ചയായും ജീവിത വിജയം നേടിയിരിക്കും. കാരണം മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. നമ്മുടെ മനസ്സ് തീർച്ചയായും നമുക്ക് ഒരു അഭയകേന്ദ്രമാണ്. കാരണം ഒച്ചപ്പാടും ബഹളവും ഒന്നും അലട്ടാത്ത മനസ്സിനോട് നാം എന്ത് പ്രശ്നങ്ങൾ ചോദിച്ചാലും അതിന് പരിഹാരം ലഭിച്ചിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? എപ്പോഴും ചിന്തകൾ മൂലം ബഹളം നിറഞ്ഞ ഒരു അവസ്ഥയിൽ അല്ലേ അത്? കൂടാതെ ബാഹ്യമായ ബഹളങ്ങളും അതിനെ സ്വാധീനിക്കുന്നു. ഈ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ശേഷം എങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാം എന്ന് പഠിക്കണം. അതിനായി കുറെ കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം. ഒന്നാമതായി, നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരുന്ന വികാരങ്ങളെ നന്നായി പരിശോധിക്കുക. അവയെക്കുറിച്ച് യാതൊരു മുൻവിധികളും പാടില്ല. അതുപോലെ എന്ത് കാര്യം ചിന്തിച്ചാലും അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് അപകട മുന്നറിയിപ്പ് കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യം വളരെ അത്യാവശ്യമാണ് എന്ന തോന്നലും ഉണ്ടാകാറുണ്ട്. ഇവയെ നമ്മൾ തുരത്തണം. അതുപോലെ ചിന്തകളെയും ആശയങ്ങളെയും സമഗ്രമായും വിമർശനരഹിതമായും പ്രകടിപ്പിക്കാൻ നാം ശീലിക്കണം. ഇതിനെ ബ്രെയിൻ ഡംപിംഗ് എന്ന് പറയുന്നു. അതായത് ബ്രെയിൻ ഡംപ് ചെയ്യുന്നത് എല്ലാം പുറത്തുവിടാൻ സഹായിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ പതിവായി ബ്രെയിൻ ഡംപുകൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കും. പക്ഷേ ഇത് വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ പരിശീലിക്കണം. അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കാനുള്ള വളരെ നല്ല രണ്ട് സൈക്കോളജിക്കൽ ടെക്നിക്കുകളാണ് സെൽഫ് ഡിസ്റ്റൻസിങ്, എക്സ്റ്റർണൈസേഷൻ. സെൽഫ് ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ സ്വയം അകലുക എന്നാണ് അർത്ഥം. അതായത് മറ്റൊരാളിന്റെ വീക്ഷണകോണിൽ നിന്ന് നമ്മുടെ പ്രവർത്തികൾ വീക്ഷിക്കുന്ന രീതിയാണ് സ്വയം അകലുക എന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പരിഗണിക്കാത്ത വശങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ ഇടയാകും. അതുപോലെ തന്നെ ഭൂതകാലത്തിലെ സുഖകരമല്ലാത്ത ഓർമ്മകളെ നേരിടാനും വരാൻ ഇരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുറക്കാനും ഈ സെൽഫ് ഡിസ്റ്റൻസിങ് സഹായിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു ടെക്നിക്ക് ആണ് എക്സ്റ്റർണലൈസേഷൻ അഥവാ ബാഹ്യവൽക്കരണം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ബാഹ്യവൽക്കരണത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾക്ക് ആകൃതി അല്ലെങ്കിൽ രൂപം നൽകുന്ന ഒരു പ്രക്രിയ ആണ്. ഉദാഹരണമായി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കുട്ടിക്ക് പെൻസിലും ഡ്രോയിങ് ബുക്കും നൽകി അവന്റെ ശ്രദ്ധ വരയിലേക്ക് തിരിക്കാൻ പറ്റും. അതായത് ബാഹ്യവൽക്കരണ പ്രക്രിയ വഴി നമുക്ക് ഉത്കണ്ഠ കുറയ്ക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏത് കാര്യത്തിലും പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ശ്രമം. ഈ ശ്രമത്തെ തോൽപ്പിച്ച് പരിപൂർണതയ്ക്ക് പകരം ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളിലും പരിപൂർണത നേടുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. ഇതുവഴി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏകാഗ്രത, ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഇവ ശീലിക്കണമെങ്കിൽ നാം കുറെ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ഈ മാറ്റങ്ങൾ വളരെ സാവകാശമാണ് കൊണ്ടുവരേണ്ടത്. ഇതിന് ഏറ്റവും നല്ലത് ധ്യാനം അഭ്യസിക്കുക എന്ന കാര്യമാണ്.
ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏകാഗ്രത, ശ്രദ്ധ കേന്ദ്രീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായുള്ള ഒരു മെഡിറ്റേഷൻ ആണ് നൽകുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറെ പ്രക്രിയകളിൽ കൂടി കടന്നു പോകുന്നു എന്നതാണ്. അവ ലെറ്റിംഗ് ഗോ, ബ്രെയിൻ ഡംപിംഗ്, സെൽഫ് ഡിസ്റ്റൻസിംഗ്, എക്സ്റ്റേർണലൈസേഷൻ, ട്രൈ ഫോർ എക്സലൻസ് എന്നിവയാണ്. ഈ മെഡിറ്റേഷനിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുന്നു. മെഡിറ്റേഷൻ തുടങ്ങുന്നതിനു മുൻപ് ഒരു വാക്ക്. മെഡിറ്റേഷൻ രാവിലെ തുടങ്ങാൻ ശ്രമിക്കുക. 4:30 മണിയാണ് ഏറ്റവും നല്ല സമയം. എങ്കിലും എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ലല്ലോ. അതിനാൽ നിങ്ങൾ ഉണർന്ന ഉടനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും പോസിറ്റീവ് ആയി തുടങ്ങാൻ ആവശ്യമായ പോസിറ്റീവ് എനർജി മെഡിറ്റേഷൻ, ചക്രകളെ ശുദ്ധീകരിക്കാനുള്ള മെഡിറ്റേഷനും നെഗറ്റീവ് എനർജി റിമൂവൽ മെഡിറ്റേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഉപയോഗപ്രദമായ മെഡിറ്റേഷൻ ആണ് അവ. ഇവ നിത്യവും പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. രാവിലെ ഫ്രഷ് ആയി വന്നു കസേരയിൽ ചാരി ഇരിക്കുക. മുൻപിൽ അല്പം അകലെ ഒരു ടേബിളിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. മെഡിറ്റേഷൻ കഴിയുന്നതുവരെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കത്തുന്ന മെഴുകുതിരിയിൽ മാത്രമാണ്. തുടർന്ന് 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ചിന്തകൾ കടന്നുവരാൻ തുടങ്ങും. ഒന്നിനെയും കുറിച്ച് ചിന്തിക്കരുത്. അവയെ കടന്നുപോകാൻ അനുവദിക്കുക. ഒരു ചിന്തയും നല്ലതാണോ ചീത്ത ആണോ എന്ന് പരിശോധിക്കേണ്ടതില്ല. അല്പസമയം കഴിയുമ്പോൾ ചിന്തകൾ ഒന്നുമില്ലാത്ത ഒരു നിമിഷം കടന്നുവരും. ആ നിമിഷം മുതൽ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അതുമായി ബന്ധപ്പെട്ട് കുറെ അപകട മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അവ മനസ്സ് ഇരുത്തി പരിശോധിക്കുക. അത് കേവലം നിങ്ങളുടെ ഭയം ആണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അവയെ ഒരു കടലാസിലേക്ക് എഴുതുന്നതായി സങ്കൽപ്പിക്കുക. ആ കടലാസ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന തിരിയിൽ നിന്നും തീ കൊളുത്തി കത്തിച്ചു കളയുക. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് ധൃതി കൂട്ടുന്നതായി തോന്നും. ഈ ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നു എന്ന് തോന്നിയാൽ അതിനെയും കടലാസിൽ എഴുതി ചവറ്റുകൊട്ടയിൽ ഇട്ട് കത്തിച്ചുകളയുന്നതായി മനസ്സിൽ കാണുക. ഇങ്ങനെ മനസ്സിൽ കടന്നുവരുന്ന എല്ലാ ചിന്തകളെയും ചവറ്റുകൊട്ടയിൽ എറിയുക. ഇപ്പോൾ നല്ല ചിന്തകളെ നിറക്കാൻ നിങ്ങളുടെ തലച്ചോറിൽ സ്ഥലം ലഭിക്കുന്നു. അവിടേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ കൊണ്ടുവരുക. അത് പഠനകാര്യം ആവാം, ബിസിനസ് ലക്ഷ്യം ആവാം, ജോലി സംബന്ധമായ കാര്യങ്ങളോ ബന്ധങ്ങളോ ആവാം. ആ ചിന്തകളെ അല്ലെങ്കിൽ ആശയങ്ങളെ മുഴുവനായി കാണുക. അവയെക്കുറിച്ച് വിമർശനം പാടില്ല. ഇനി നിങ്ങൾ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒരിക്കൽ കൂടി നോക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തീരുമാനിക്കുന്നു. ഇനി നിങ്ങളുടെ ലക്ഷ്യത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും എന്ന ഉറച്ച തീരുമാനം എടുക്കുക. പഠിക്കുന്ന കുട്ടികൾ ഉന്നത വിജയം നേടുന്നതിനു വേണ്ടി നന്നായി പഠിക്കും എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ഇനി എൻ്റെ ജീവിതത്തിൽ അലസതയ്ക്കും മടിക്കും സ്ഥാനമില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ബിസിനസ് ലക്ഷ്യമാണെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്യം നേടുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ലക്ഷ്യം നേടുന്നതുവരെ പിന്മാറാതെ കഠിന പരിശ്രമം ചെയ്യും എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് വിപുലീകരിച്ച നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പഠനം പൂർത്തീകരിച്ച് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പദവി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ആഗ്രഹിച്ച ബന്ധങ്ങൾ ഇവ നിങ്ങൾക്ക് ലഭിച്ചതായി
മനസ്സിൽ കാണുക. മനസ്സ് സന്തോഷത്താൽ നിറയുന്നു. വീണ്ടും മനസ്സിൽ ഇങ്ങനെ പറയുക: എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ അതിനായി കഠിന പരിശ്രമം ചെയ്യും. ഒന്നിനും എന്നെ തടസ്സപ്പെടുത്താൻ ആവില്ല. എല്ലാ തടസ്സങ്ങളെയും ഞാൻ തരണം ചെയ്യും. ലക്ഷ്യം നേടുന്നതുവരെ എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. വഴിയിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ഞാൻ ഉറച്ച മനസ്സോടെ നേരിടും. എന്റെ അലസതയെ ഞാൻ തോൽപ്പിക്കും. അവയ്ക്ക് മുൻപിൽ ഞാൻ തോൽക്കില്ല. ഞാൻ എന്റെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു. അവയെ തിരികെ വരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് നേടാനായി പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അതിനായി അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങളെ വിലയിരുത്തും. കഴിഞ്ഞ കാലത്തു എനിക്ക് പറ്റിയ വീഴ്ചകൾ ഞാൻ പരിശോധിക്കും. അവ തിരുത്തുകയും ചെയ്യും. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അമിതമായി ഉത്കണ്ഠപ്പെടുകയില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്റെ പരിശ്രമത്തെ ഞാൻ നേട്ടത്തിലേക്ക് കൊണ്ടുവരും. എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവ ഞാൻ കാര്യക്ഷമമായി കുറവുകളില്ലാതെ പൂർത്തീകരിക്കും. ഒരേ സമയം ഒത്തിരി ലക്ഷ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കില്ല. എടുക്കുന്നവ പൂർത്തീകരിക്കും. എനിക്കും സമൂഹത്തിനും ഗുണം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കൂ. എന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി മറ്റുള്ളവർ ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ നന്ദിയോടെ ഓർക്കും. സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവ് എല്ലാത്തിനും എനിക്ക് പ്രതിഫലം തരും. അതിന് ഞാൻ നന്ദി ഉള്ളവനായിരിക്കും, ഉള്ളവളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ കൂട്ടിത്തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വെക്കുക. മനസ്സിൽ ഒരിക്കൽ കൂടി പ്രത്യാശ, സ്നേഹം, നന്ദി ഇവ നിറക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണേ. നന്ദി, നന്ദി, നന്ദി.